ലോകമെങ്ങും ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇറാൻ അമേരിക്ക ഇസ്രയേൽ യുദ്ധമാണ്. ഈ മേഖലയിലാണ് യുദ്ധമെങ്കിലും അതിൻ്റെ ഭവിഷ്യത്തുകൾ ലോകത്തിൻ്റെ പല മേഖലകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാം ഓരോ ദിനവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളും അതുമായി ബന്ധപ്പെട്ടതാണല്ലോ. ഇതിനൊക്കെ കാരണമായി പറയുന്നത് ഇറാനും ഒമാനും ഇടയിലുള്ള ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചതോടെ ക്രൂഡ് ഓയിൽ, LNG പോലുള്ളവ വഹിച്ചുള്ള കപ്പലുകൾക്ക് കടൽ ഗതാഗതം സാധ്യമാവുന്നില്ല എന്നതുകൊണ്ടാണ്. ഹോർമുസ് കടലിടുക്ക് അനുമതിയില്ലാതെ കടക്കാൻ ശ്രമിച്ചാൽ ഇറാൻ്റെ ആക്രമണം ഉണ്ടാവുമെന്ന മുന്നറിയിപ്പും അത്തരത്തിലുള്ള ചില ആക്രമണങ്ങളുമൊക്കെ ലോകം കാണുകയുമുണ്ടായി. നാവികശക്തിയിലെ വമ്പനായ അമേരിക്ക കടലിടുക്കിൽ പൂർണ്ണ സുരക്ഷ ഒരുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് വിജയിച്ചിട്ടുമില്ല. നീക്കങ്ങൾ നടക്കുന്നു എന്ന് മാത്രം. അപ്രകാരം സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലും പേർഷ്യൻ ഗൾഫിലുമൊക്കെ ശക്തിയായി തന്നെ ഇറാൻ നാവികസേന നിലകൊള്ളുന്നു എന്ന് കാണാം. വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇറാൻ പ്രത്യേക ശ്രദ്ധ ചെലുത്തി അവരുടെ നാവികശക്തിയൊക്കെ വർദ്ധിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്രകാരം ഇറാൻ്റെ നാവികസേനയെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇറാൻ എന്ന ദേശത്തിന് എത്രയോ കാലത്തെ പ്രൗഢഗംഭീരമായ ചരിത്രമൊക്കെ നമുക്ക് കാണാനാവും. എന്നാൽ ആധുനിക കാലത്തെ ഇറാൻ്റെ നാവികസേനാ ചരിത്രവും 1979 ഇറാനിയൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കാണാം. എന്തിനേറെ ഈ മേഖലയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം എന്നിവയൊക്കെയും ഇതിന് കാരണവുമായിട്ടുണ്ട്. ലോകത്തിലെ പല ശക്തികൾ കൂടെ ഇറാനെതിരെ നിന്നപ്പോൾ ഇവയൊക്കെയും ഇറാൻ്റെ നാവികശേഷിയെ രൂപപ്പെടുത്തുന്നതിലും പങ്കുവഹിച്ചു എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. ഇറാന് സത്യത്തിൽ 2 നാവികസേനകളാണുള്ളത്. ഒന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നേവി IRIN, 2 ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നേവി IRGCN. ഇതിൽ IRIN അഥവാ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ നേവി എന്നത് ഇറാൻ്റെ പരമ്പരാഗതമായ സൈനിക വിഭാഗമായ ആർട്ടേഷിൻ്റെ നാവികശാഖയാണ്. അതായത് റവല്യൂഷനൊക്കെ മുന്നേ തന്നെയുള്ള ഇറാൻ്റെ നാവിക ഘടനയിലെ സേന. ഷായുടെ ഭരണകാലത്ത് ഇത് ഇമ്പീരിയൽ ഇറാൻ നേവി ആയിരുന്നു. നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് ഷാ ഇറാൻ ഭരിച്ചിരുന്നത്. ആ ഒരു കാലത്ത് ഈ മേഖലയിലെ പ്രധാന രാജ്യമായും ഇറാൻ നിലകൊണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഷായുടെ ഇറാനെ ലോകത്തിനു മുന്നിൽ വരച്ചു കാട്ടാനായി ഷാ സമുദ്രമേഖലയിലെ ശക്തി കാണിക്കാൻ കൂടി തൻ്റെ നാവികസേനയെ ഉപയോഗിച്ചിരുന്നു. ഇറാൻ്റെ ശക്തിയും പ്രതാപവും പ്രകടിപ്പിച്ചിരുന്ന നിലയിൽ നാവികസേനയും നിലകൊണ്ടു. അതിനായി ആ കാലഘട്ടത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഒട്ടനവധി ആയുധങ്ങളും കപ്പലുകളുമൊക്കെ ഇറാൻ വാങ്ങുകയും ചെയ്തു. എങ്കിലും ഇന്ന് നോക്കുമ്പോൾ ഈ നാവികസേനയിൽ പ്രധാനമായും പഴക്കമുള്ള ഇടത്തരം വലുപ്പമുള്ള യുദ്ധക്കപ്പലുകളൊക്കെയാണ് ഉള്ളത്. പ്രധാനമായും കോർവൈറ്റുകൾ, മിസൈലുകൾ ഘടിപ്പിച്ച പെട്രോൾ കപ്പലുകളും ഇതിൽ പ്രധാനമാണ്. ഇവയിൽ മിക്കതും ഷാ ഭരണകാലത്ത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. വിപ്ലവത്തിനപ്പുറം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇറാൻ്റെ ഈ നാവികശാഖ ആ കാല കപ്പലുകളൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനാൽ ഇറാൻ്റെ വലിയ തോതിലുള്ള ആധുനീകരണം ഇവയിൽ വന്നിട്ടില്ല എന്നും അതിനാൽ ഈ നാവികസേന IRGCNേക്കാൾ 2ാം സ്ഥാനത്ത് തുടരുന്നു എന്നും മനസ്സിലാക്കാം. ഇനി IRGCN അഥവാ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് നേവി ഇസ്ലാമിക് റവല്യൂഷന് ശേഷം പ്രത്യേകിച്ച് 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധകാലത്താണ് രൂപം കൊണ്ടത്. റവല്യൂഷൻ്റെ ഭാഗമായ വിപ്ലവ സേനകൾ ഷായുടെ ഭാഗമായിരുന്ന ആർട്ടേഷ് അഥവാ പരമ്പരാഗതമായ സൈന്യത്തെ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. കാരണം അത് രാജഭരണത്തോട് അടുപ്പമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഷായോട് അടുപ്പം പുലർത്തിയിരുന്ന ഒട്ടനവധി മുതിർന്ന ഉദ്യോഗസ്ഥരെ വധിക്കുകയും ഷായോട് അടുപ്പമുള്ള മിക്കവരെയും അധികാര മേഖലകളിൽ നിന്ന് പൂർണ്ണമായും ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പരമ്പരാഗതമായ സൈന്യം ദുർബലമായി. ആ ഒരു സാഹചര്യത്തിൽ ആയത്തുള്ള ഖൊമേനി രൂപീകരിച്ച ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കൂടുതൽ ശക്തമായ ഒരു സൈനിക രാഷ്ട്രീയ ശക്തിയായി കൂടി അവിടെ പരിണമിച്ചു. ഇവർക്ക് ആദ്യം ആഭ്യന്തര സുരക്ഷയ്ക്കായിരുന്നു ലക്ഷ്യമെങ്കിലും പിന്നീട് അത് രാജ്യത്തിൻ്റെ സമഗ്ര പ്രതിരോധത്തിൻ്റെ തന്നെ ഭാഗമായി മാറുകയുണ്ടായി. IRGCയുടെ കരസേനാ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ 1980കളുടെ മധ്യത്തിലാണ് നാവിക മേഖലകളും ശക്തമാവുന്നത്. ഇറാഖുമായുള്ള യുദ്ധസമയത്ത് ഇറാഖിൻ്റെ തെക്കൻ ചതുപ്പ് മേഖലകളിൽ ഇറാൻ്റെ പുതിയ നേവി നടത്തിയ വിജയകരമായ സൈനിക നീക്കങ്ങൾ ഇറാൻ നേവിയുടെ ആവശ്യകത എടുത്തു പറഞ്ഞു. IRGCN സൃഷ്ടിച്ചത് പരമ്പരാഗത നാവികസേനയായ IRINൽ നിന്നും വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ കൂടി വച്ചിട്ടായിരുന്നു.
IRIN വലിയ യുദ്ധക്കപ്പലുകളും സമുദ്രമേഖലയിൽ പ്രാധാന്യവും നൽകി പ്രവർത്തിച്ചപ്പോൾ IRGCN വേഗമേറിയ ചെറിയ ബോട്ടുകൾ, ഗറില്ല തന്ത്രങ്ങൾ, തീരദേശ പ്രതിരോധം എന്നിവയിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. പേർഷ്യൻ ഗൾഫ് പോലുള്ള, പ്രത്യേകിച്ച് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് പോലുള്ള ഇടുങ്ങിയ സമുദ്രമേഖലകളിൽ വ്യത്യസ്ത യുദ്ധരീതികൾ തന്നെ സൃഷ്ടിച്ച് ശക്തരായ ശത്രുക്കളെ പോലും തകർക്കാൻ ഉതകുന്ന ശക്തിയായി മാറുക എന്നതായിരുന്നു IRGCNൻ്റെ ലക്ഷ്യം. അപ്രകാരം പരമ്പരാഗതമായ IRIN നേവി വലിയ കപ്പലുകളും ദൂരയാത്രാ പ്രവർത്തനങ്ങളും സമുദ്രമേഖലകളും നിയന്ത്രിച്ചപ്പോൾ പുതിയ IRGCN തന്ത്രപ്രധാനമായ ഇടങ്ങൾ സംരക്ഷിക്കുന്നതിനും വേഗമേറിയ ആക്രമണം, തീരദേശ യുദ്ധം എന്നീ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇരു നാവികസേനകളും ഒരുമിച്ചൊക്കെ പ്രവർത്തനം എന്ന നിലയിൽ പറയാമെങ്കിലും പിന്നീട് വന്ന ദശകങ്ങളിൽ IRGCN IRINനേക്കാൾ കൂടുതൽ രാഷ്ട്രീയ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ വലിയ പിന്തുണ ലഭിക്കുകയും IRGCN കൂടുതൽ സൈനിക ആയുധങ്ങളും മെച്ചപ്പെട്ട മേഖലകളും കേന്ദ്രങ്ങളും ഒക്കെ നേടി സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. വേഗമേറിയ ആക്രമണ ബോട്ടുകൾ, കൃത്യതയുള്ള മിസൈൽ സംവിധാനങ്ങൾ, തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവയിലൊക്കെ ഈ നേവിയാണ് വലിയ പുരോഗതി കൈവരിച്ചത്. മറ്റുള്ള പല രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇറാന് വളരെ ദീർഘമായ നാവിക പാരമ്പര്യമൊന്നുമില്ല എന്ന് പറയാം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വലിയ തോതിലുള്ള എണ്ണ സമ്പത്ത് കണ്ടെത്തിയതോടെയാണ് ഇറാൻ്റെ നാവികസേനയുടെ വികസനം പോലും ഉണ്ടാവുന്നത്. ഇവിടെയുള്ള എണ്ണ വിഭവങ്ങൾ സംരക്ഷിക്കാനും കടൽ വ്യാപാരത്തെ സുരക്ഷിതമാക്കാനും ഈ മേഖലയിൽ സുരക്ഷ നൽകുന്ന ഇടമായി ഉയർത്തിക്കാട്ടാനും ശക്തമായ നാവികസേനയുടെ ആവശ്യമുണ്ടായി. എന്നാൽ ഷായുടെ ഭരണകാലഘട്ടത്തിൽ ഇറാൻ്റെ നാവികസേന എന്നതൊക്കെ ഏറെക്കാലം വിദേശ ശക്തികളുടെ സ്വാധീനത്തിനടിയിലായിരുന്നു. പ്രത്യേകിച്ച് പേർഷ്യൻ ഗൾഫ് മേഖലയിലെ ബ്രിട്ടീഷ് സാന്നിധ്യം ശക്തമായിരുന്നതിനാൽ ഇറാൻ്റെ നാവിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവരുടെ നിയന്ത്രണത്തിലായിരുന്നു നടന്നിരുന്നത്. 1970കളിൽ ബ്രിട്ടീഷ് ശക്തികൾ പേർഷ്യൻ ഗൾഫിൽ നിന്നും പിന്മാറിയതോടെ ഇറാന് സ്വന്തമായി നാവികശേഷി വികസിപ്പിക്കാൻ കൂടുതൽ അവസരവും സ്വാതന്ത്ര്യവും ലഭിച്ചു. അതോടെ ഷാ തൻ്റെ നാവികസേനയെ ശക്തിപ്പെടുത്താനും മേഖലയിലെ ശക്തിയായി ഉയർത്താനും നടപടികളെടുത്തു. പേർഷ്യൻ ഗൾഫ് കടൽപ്പാതകൾ സംരക്ഷിക്കുന്നതിലും ഇറാൻ കൂടുതൽ ചുമതല ഏറ്റെടുത്തു. ഇറാനിയൻ വ്യാപാര കപ്പലുകൾക്ക് എസ്കോർട്ട് നൽകുന്നതിലായിരുന്നു പ്രധാന ശ്രദ്ധ. എണ്ണ വ്യാപാരത്തിലൂടെ സമ്പന്നതയിലേക്ക് കൂടി ഉയർന്നു തുടങ്ങിയ ഷാ നാവികസേനയ്ക്ക് കൂടുതൽ പ്രതിരോധ ബജറ്റും കൂടുതൽ ഉപകരണങ്ങളും ആയുധ മേഖലകളും ഒക്കെ വകയിരുത്തുകയുണ്ടായി. പാശ്ചാത്യ രാജ്യങ്ങളുമായി ഉണ്ടായിരുന്ന സഹകരണ ബന്ധത്തിൻ്റെ ഭാഗമായി ഷായുടെ നാവികസേന ഫ്രിഗേറ്റുകൾ, ഡിസ്ട്രോയറുകൾ, കോർവൈറ്റുകൾ, പട്രോൾ കപ്പലുകൾ തുടങ്ങിയവ വ്യാപകമായി വാങ്ങുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്തു. അമേരിക്കയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും പരിഷ്കരിച്ച സ്പ്രാൻസ് ക്ലാസ് ഡിസ്ട്രോയറുകളും ഡീസൽ സബ്മറൈനുകളും ഉൾപ്പെടെ ഒട്ടനവധി കപ്പലുകൾ ഇറാൻ വാങ്ങുകയും കൂടുതൽ വാങ്ങാനായി കരാറുകൾ നൽകുകയും ചെയ്തു. ഇവയിൽ ചിലത് നാവികസേനയുടെ ആവശ്യങ്ങൾക്കും സുരക്ഷയ്ക്കും അനിവാര്യമായിരുന്നു എന്ന് പറയാമെങ്കിലും കൂടുതലായുള്ള വാങ്ങൽ പ്രദേശത്തെ അതിശക്തമായ നാവികസേനയായി ഉയർത്തുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുകൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ചില പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാൻ്റെ ഈ ശക്തി വർധനവിനെ പരോക്ഷമായി തടയുന്ന നടപടികൾ പോലും എടുക്കുകയുണ്ടായി. ഏതായാലും ഷായുടെ പ്രാദേശിക ആധിപത്യം എന്ന ലക്ഷ്യങ്ങളൊക്കെ ഇസ്ലാമിക് വിപ്ലവത്തോടെ അവസാനിച്ചു. 1979 ഷാ അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനായി മാറുകയും ചെയ്തു. അതോടെ ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളും അതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന പ്രതിരോധ കരാറുകളുമെല്ലാം വിച്ഛേദിക്കപ്പെട്ടു. അപ്രകാരം ഇറാൻ്റെ നാവിക ലക്ഷ്യങ്ങളൊന്നും തന്നെ പൂർണ്ണമായി വിജയം കാണാതെ അവസാനിക്കുകയും ഷായുടെ നേവി പുതിയ ഭരണമേഖലകളുടെ നാവിക മേഖലയുടെ അടിസ്ഥാന ഘടകവുമായി മാറി. എന്നാൽ വിപ്ലവത്തിന് പിന്നാലെ ഇറാൻ്റെ നാവികസേന അതിൻ്റെ ഏറ്റവും വലിയ പോരാട്ട വഴികളിലേക്കും കടന്നു ചെല്ലുകയാണ്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് രണ്ട് രാജ്യങ്ങളും പേർഷ്യൻ ഗൾഫിലെ കപ്പലുകൾക്കെതിരെ ആക്രമണങ്ങൾ നടത്തുകയുണ്ടായി. കണക്കുകൾ പ്രകാരം 546 വ്യാപാര കപ്പലുകൾക്ക് ഈ കാലയളവിൽ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും ഇറാൻ ആക്രമിച്ച കുവൈറ്റി കപ്പലുകളായിരുന്നു. ഇറാനിയൻ നാവികസേന ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചുള്ള പെട്ടെന്നുള്ള ആക്രമണങ്ങൾ അഥവാ ഹിറ്റ് ആൻഡ് റൺ വ്യാപകമായി ഈ മേഖലയിൽ നടത്തി. അതുപോലെ വലിയ യുദ്ധക്കപ്പലുകൾ ഉപയോഗിച്ചും തീരപ്രദേശത്തെ മിസൈൽ പ്രതിരോധം ഉപയോഗിച്ചും ആക്രമണങ്ങൾ നടത്തി. ഇറാഖിൻ്റെ യുദ്ധശ്രമങ്ങൾക്ക് പിന്തുണ നൽകുന്ന സാധനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാനായി കപ്പലുകളിൽ കയറി വ്യാപകമായി പരിശോധനയും നടത്തുകയുണ്ടായി. യുദ്ധകാലത്ത് ഇറാൻ ഈ മേഖലയിൽ വലിയ തോതിൽ മൈനുകൾ സ്ഥാപിച്ചതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം.
1987 ജൂലൈയിൽ US നാവികസേനയുടെ കപ്പലുകൾ റീഫ്ലാഗ് ചെയ്തിട്ടുള്ള ടാങ്കറുകൾക്ക് എസ്കോർട്ട് നൽകി സുരക്ഷിതമായി പുറത്തെത്തിക്കുന്ന നടപടികൾ എടുക്കുകയുണ്ടായി. അപ്രകാരം ആദ്യ ദൗത്യത്തിനിടയിൽ കുവൈത്തി സൂപ്പർ ടാങ്കറായ അൽ റഖ അമേരിക്കൻ പതാകയിൽ ബ്രിഡ്ജ്ടൺ എന്ന നിലയിൽ യാത്ര നടത്തിയെങ്കിലും മൈനിലിടിച്ച് കേടുപാടുകൾ പറ്റുകയുണ്ടായി. 2 മാസങ്ങൾക്കിപ്പുറം ബഹ്റൈൻ തീരത്തിന് സമീപം മൈനുകൾ സ്ഥാപിക്കുന്നതിനിടെ ഇറാനിയൻ നാവികസേനയുടെ ലാൻഡിംഗ് കപ്പലിനെ അമേരിക്ക പിടികൂടുന്ന അവസ്ഥയുമുണ്ടായി. 1988 ഏപ്രിലിൽ അമേരിക്കൻ യുദ്ധക്കപ്പലായ USS സാമുവൽ ബി റോബർട്ട്സ് ഒരു ഇറാനിയൻ മൈനിലിടിച്ച് വലിയ കേടുപാടുകൾ സംഭവിച്ചതോടെ ഇറാനെതിരെ US സേന ഓപ്പറേഷൻ പ്രേയിങ് മാൻറ്റിസ് എന്ന നിലയിൽ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. അമേരിക്കയുടെ ഈ ഓപ്പറേഷനിൽ ഇറാന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുകയുമുണ്ടായി. യുദ്ധകാലയളവിനിപ്പുറം ഇറാൻ്റെ നാവികസേന ഇറാൻ്റെ കടൽ പരിധികളും പ്രകൃതി വിഭവത്തെയും സംരക്ഷിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇറാൻ്റെ പെട്രോളിയവുമായി ബന്ധപ്പെട്ട ആസ്തികളും വ്യവസായങ്ങളും സംരക്ഷിക്കുന്നതിന് നാവികസേന നിർണായകവുമാണ്. അതുപോലെ അനധികൃത വസ്തുക്കളുടെ കടത്തും അനധികൃത കുടിയേറ്റവും മത്സ്യവിഭവങ്ങളുടെ സംരക്ഷണവുമൊക്കെയായി ഇറാൻ്റെ നാവികസേന പിന്നീട് നിലകൊണ്ടു. എന്നാൽ എല്ലാത്തിനും ഉപരിയായി പേർഷ്യൻ ഗൾഫ് മേഖലകൾ എന്നത് ലോകത്തിന് നിർണായകമായതുകൊണ്ട് തന്നെ ഇറാൻ അവരുടെ നാവികസേനയ്ക്ക് വലിയ പ്രാധാന്യം നൽകുകയും ഈ മേഖലയിലെ പ്രബലരായി ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്തു. ഇറാനെ ആക്രമിച്ചാൽ അതിനിർണായകമായ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടയ്ക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുമെന്ന് അന്നേ നാൾ മുതൽ തന്നെ ഇറാൻ പറഞ്ഞു വച്ചിരുന്നു. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിലെ ഏകദേശം 30% എണ്ണ വിതരണം തടസ്സപ്പെടും എന്നതിലും തർക്കമില്ല. പതിറ്റാണ്ടുകൾ മുന്നേ തന്നെ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ കാണാമെങ്കിലും 2026 മാർച്ചിൽ ലോകം ആ പ്രതിസന്ധിയും യുദ്ധവും നേരിൽ കാണുകയും ലോകമാകെ പ്രത്യേകിച്ച് ഏഷ്യൻ മേഖലകളിൽ കൂടുതലായും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നേരിടുകയും ചെയ്യുന്നു.